ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നല്ലോണം കഴുകി വെച്ചാട്ടോ. അതിൽ ചെളിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കണ്ട നഞ്ഞമാതിരി കുറച്ച് നേരമായി കഴുകി വെച്ചിട്ട് ഇതാ ഇവിടെയൊക്കെ നഞ്ഞായിട്ടുണ്ട്. ഇതൊക്കെ നല്ല ചെളിയൊക്കെ പൊക്കി കഴുകി വെച്ചാണ്. ഇതെന്തിനാണെന്ന് അറിയോ? ഉണക്കപ്പൂള ഉണ്ടാക്കാനാട്ടോ. ഇന്നലെ ഞാൻ പുട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് പച്ചപ്പൂള അരുതിയിട്ട് ഇനി പുട്ട് ചുട്ടത്. ഇത് ഉണക്കപ്പൂളോണ്ട് പുട്ട് ചുട്ടാൽ ആ പച്ചപ്പൂള അരുതിയിട്ട് പുട്ടുകാട്ടി ടേസ്റ്റാണ്. ഇത് ഉണക്കിയാലും ഉണക്കപ്പൂളൻ്റെ പൊടി കൊണ്ട് അരിയും കൂട്ടണം. നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ഫുള്ളും തോല് പൊളിച്ചിട്ടുണ്ട്. കണ്ടാ തോലുകളാണ് ഇതൊക്കെ. നല്ല ഫുൾ തോല് പൊളിച്ച് ഇനി നമുക്കിത് ചെറുതാക്കി ചെത്തിയെടുക്കണം. എല്ലാം ചെറുതാക്കണം കേട്ടോ. നല്ല കട്ടിയിൽ പറ്റില്ല, പാടാണ് മിക്സിയിൽ പൊടിക്കുമ്പോൾ. അപ്പോൾ ഇതൊന്ന് നല്ല ചെറുങ്ങനെ ചെത്തിയെടുക്കട്ടെ. ഇതാ മക്കളെ, നമ്മൾ പൂളൊക്കെ നല്ലോണം കഴുകി വെച്ചത് കണ്ടില്ലേ ഇനി. അപ്പോൾ അതാ പൊരിച്ച് നല്ലോണം പിന്നെ ഒരു 3-4 കിലൊക്കെ കഴുകി പൂള ചെത്താൻ പോവുകയാണ് കേട്ടോ. ചെത്തിയിട്ട് കാട്ടിത്തരാം. ഇതാ മക്കളെ, എല്ലാ പൂളി ഇതാ ഒക്കെ ചെത്തി വൃത്തിയാക്കി ഉണ്ടാ. നമുക്കിത് വെയിലത്ത് വെച്ചങ്ങോട്ട് ഉണക്കിയിട്ട് ഇങ്ങനെ പൊരിയ അപ്പോൾ ഉണക്കി പൊരിഞ്ഞ മാതിരി ഉണ്ടാകും. കൈ പൊടിച്ച് നോക്കിയാൽ പൊരിഞ്ഞ മാതിരിയല്ല, നെരിഞ്ഞ മാതിരി. അടിപൊളിയാട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. നമ്മളെ പണ്ട് തിന്നണ സംഭവം അതൊക്കെ. ഞാൻ ചെറുതാകുമ്പോൾ നമ്മളമ്മയും വല്യമ്മയൊക്കെ ഉള്ള കാലത്തേ നമ്മൾ തിന്നുന്നുണ്ട്. പിന്നെ മുന്നേ ഞാനൊരിക്കൽ ഉണ്ടാക്കി. ഇനി ഇതിലിടാൻ അങ്ങനെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതൊന്നും എടുത്ത് നിങ്ങൾക്കൊക്കെ കാട്ടിത്തരാം. അതുപോലൊക്കെ ഉണ്ടാക്കി തിന്നു നോക്കിയൊന്ന്. അങ്ങനെയൊക്കെ ഇതാ പാത്രത്തിലാക്കിയിട്ടുണ്ട്. നമുക്കിത് വെയിലത്ത് കൊണ്ടുപോയിട്ട് പരത്തിയിടണം കേട്ടോ മക്കളെ. ഓക്കെ, ഇതിട്ടോ ഇതൊക്കെ ഇതങ്ങനെ പരത്തി വെച്ചിരിക്കുന്നു. നല്ലോണം വെയിലുണ്ടിട്ട് ഉണങ്ങട്ടെ. ഉണക്കണത് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പരത്തി വെച്ചതാണ് കേട്ടോ. ഇതുണ്ടോ, കഴുകി മുറിച്ച് വെയിലത്തിട്ടാണിത്. നല്ലോണം ഉണങ്ങട്ടെട്ടാ. ഉണങ്ങി പൊടിയാക്കിയിട്ട് കടിത്തണ്ട്. നമ്മളൊക്കെ ചെറുതാവുമ്പോഴേ കഴിക്കുന്നതാണ് കേട്ടോ. അത് നമ്മളമ്മയും വല്യമ്മയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇത് അന്നൊക്കെ ഉരലിലിട്ട് അടിക്കലേ. ഇനി അപ്പം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചാൽ പൊടിയായി. നിൽക്കതാ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി. ഇതാ ഇതാ ഉണ്ടാ. വാ, വറുത്തായൊക്കെ പോലുണ്ടെങ്കിൽ ഇത് പൊടിച്ചെടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി ബാക്കി ഇത് ഇട്ടിട്ട് പെട്ടിട്ടാൽ എന്താ രസം മക്കളെ. നമ്മൾ ഉണക്കപ്പൂളതാ മിക്സിയിലെടുത്തിട്ടിട്ടുണ്ട്. ഇത് നല്ല പൊടിയായി കിട്ടും. എന്നുവെച്ചാൽ നല്ല പൊടിയാണ്ട് ലേസർ തരിയൊക്കെ വേണം. ഇങ്ങനെ അതാട്ടോ. ഇതൊക്കെ ഇതാ ഇങ്ങനെ കുറച്ചിങ്ങനെ തരി പോലെ ഉണ്ടായിക്കോട്ടെ. പുട്ടിനല്ലേ ഇങ്ങനെ പൊടിച്ചേക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഒക്കെ വറുത്ത് പൊടിച്ച്, അല്ല വറുക്കാണ് ഒക്കെ വെയിലത്ത് വെച്ച് പൊടിച്ച് നല്ല പൊടിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ നല്ല അടിപൊളി പൊടിയാണ് ഇത്. നമ്മൾ കുറച്ച് പുട്ടുംപൊടി പീടിയെന്ന് പുട്ട് വാങ്ങുന്ന ആ പൊടിയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് ഇതാക്കി ഉണ്ടാക്കിയ പൊടിയോ ഏത് പൊടിയായാലും വേണ്ടിയില്ല. ഇതിങ്ങനെയും ചുട്ട് തിന്നാം. പക്ഷെ അതിപ്പോഴുള്ള പെൺകുട്ടികൾക്ക് ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അത് കടിച്ച് വലിച്ചിട്ട് ഒരു വലിച്ചിലാണ് ഉണ്ടാവുക. നമുക്കൊക്കെ ഇഷ്ടപ്പെടും പണ്ടേ തിന്നതിനെ കൊണ്ട്. അപ്പോൾ കുറച്ച് അരിപ്പൊടിയിൽ 1 കിലോൻ്റെ ഒരു പാക്കറ്റ് പൊടിയിലേക്ക് ഇതാ ഇങ്ങനെ ഒരു 2 കരണ്ടിയോ 3 കരണ്ടിയോ ഇട്ടിട്ട് കുഴക്കുക. നല്ല മണം ചോറും ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ഇതൊന്ന് തണയട്ടെ. വെയിലത്ത് വെച്ച ചൂടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് പൊടിച്ചതല്ല, ഒന്ന് തണിയിട്ട് കുപ്പിയിലാക്കി വെച്ചാൽ അത് കുറേ കാലം നിൽക്കും കേട്ടോ. ഞാൻ ചെറുങ്ങനെ ചോപ്പ് ചെയ്ത് വലിയ ഉള്ളി അതിട്ടോ. അതൊന്ന് നല്ലോണം കൊണ്ടൊക്കെ വാടി കിട്ടട്ടെ. നല്ലോണം വാടിയതിൻ്റെ ശേഷം നമുക്ക് തക്കാളി, പച്ചമുളക്, കരിവേപ്പില ഇട്ടോ ചോപ്പ് ചെയ്ത് വെച്ചാണ്. മറ്റേ മഞ്ഞൾപ്പൊടിയാണ്. മുളക് പൊടി ഇടില്ല, കാരണം പച്ചമുളക് നല്ലോണം ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം ഇതൊന്നാവട്ടെ. ഇച്ചിരി വെളുത്തുള്ളി ഇടണേ. ഇതാ
വെളുത്തുള്ളി ഇതട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതിട്ടോ വെളുത്തുള്ളി നല്ലോണം ഒന്ന് ഇതായി കിട്ടട്ടെ. നല്ല വെളുത്തുള്ളിൻ്റെ മണൽ വരുന്നുണ്ട്. എന്നിട്ട് ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി ഞാൻ ഇതിലേക്കിട്ട് ആട്ടിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് വെന്തിട്ടിട്ട് അതൊന്ന് മൂടി വെക്കണം. നമുക്ക് വേവട്ടെട്ടാ. അതാ നല്ലോണം നമ്മളെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തക്കാളി വെന്ത്. ഇതിലേക്ക് എന്താ പെട്ട് എന്ന് കാണണ്ട നിങ്ങൾക്ക്. പൂളപ്പുട്ടാണ് ഇത് കേട്ടോ. ഞാൻ 1.5 ഗ്ലാസ് പൂളപ്പുട്ടും പൊടിയും 1.5 ഗ്ലാസ് സാധാ പുട്ടും പൊടിയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം കൊണ്ട് കുഴച്ച് വെള്ളം ഒഴിച്ചിട്ട് പൂട്ടിട്ട് അങ്ങനെ ഇതാ പൂളപ്പുട്ടാണ് കേട്ടോ. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അടിപൊളി പൂളപ്പുട്ടാണ് മക്കളെ. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. എല്ലാവരും പൂളപ്പുട്ടൊക്കെ തിന്നുക. അങ്ങനെ അതിൻ്റെ കറിയും പൂളപ്പുട്ടും നല്ല ടേസ്റ്റാണ്. ഇതിട്ടാ ഇതിലേക്ക് ഞാനൊരു 3 മുടുക എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒഴിച്ച് കൊടുക്കണം. പിടിച്ചത് ശരിയില്ല. ഇതിട്ടാ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നങ്ങോട്ടേക്ക് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പോയി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്കേത് പത്തിരി ചപ്പാത്തിയിലേക്കും വെട്ടിലേക്ക് ചുവട്ടിലേക്ക് എന്തിനും വേണം. അവനാൻ്റെ ഇഷ്ടം എന്താ അതിൽ വേണ്ടിട്ട് ഒക്കെ ഉണ്ടാക്കട്ടെ. അവൻ അണ്ടക്കൊട്ടാളും പൂളപ്പുട്ടും റെഡി. പൂളപ്പുട്ടിക്ക് എന്താ ആവി ഇതുകൊണ്ടാട്ടാ മൂടി വെച്ചിന്. അങ്ങനെ തട്ടാ വിട്ടിന് ആവിയൊക്കെ വന്ന് റെഡിയായിട്ടുണ്ട്. ഒക്കെ വെന്തിട്ടുണ്ട്. ഇത് കുത്താൻ പോവാണ്. ഇതാ നമ്മളെ പൂളപ്പുട്ടൊക്കെ റെഡി. അടിപൊളി അല്ലേ? കണ്ടിട്ട് മസാല അടിപൊളി. എന്നിട്ടാ പൂളപ്പുട്ടും മീൻ മുളകിട്ടതും അണ്ടക്കൊട്ടാളും ഇതാ കഴിക്കുകയാണ്. കഴിക്കുന്നു. ഉണക്കപ്പൂള ഞാൻ ചെയ്ത മാതിരി അങ്ങനെ ചെയ്യുക. ഫുൾ ഡീറ്റെയിൽസ് അതിലിടുന്നുണ്ട്. അതുപോലെ എല്ലാവരും ഉണ്ടാക്കി തിന്നാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി തിന്നു നോക്കുക. പറ്റെങ്കിൽ അടിപൊളി എന്ന് പറയുക, പറ്റില്ലെങ്കിൽ അയ്യേ എന്നറിയാം കേട്ടോ. എൻ്റെ പുട്ടാണിത്. ബാക്കിയൊക്കെ എടുത്ത് ഇടട്ടെ. ഞാൻ ഇത് കറി വെച്ചാൽ കേട്ടോ. ബിരിയാണി വെച്ചതിൻ്റെ മീനിൻ്റെ ബാക്കി തരണ്ട്. ഞാൻ ഇട്ടുകാണ്ട് നമ്മൾ എൻ്റെ മോള് മുളകിട്ടതാണ് അവൾ കൊണ്ട് തന്നെ. പൊട്ടിലേക്ക് ഇങ്ങനെ പറ്റുള്ളൂ. കോരിട്ടോ. നമ്മളെ അയാൻമോൻ ഇതാ കോരിയിടുന്നു. അയാൻമോൻ ഇതാ കഴിക്കുന്നു. അടിപൊളിയില്ലേ? സൂപ്പർ. ഇതൊക്കെ എൻ്റെതാണ് കേട്ടോ. അത് മീനിൻ്റെ തലക്കറി, പിട്ട്, അണ്ടക്കൊട്ടാളം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.